എംബാപ്പയുടെ ബെർണബ്യു അരങ്ങേറ്റത്തിനാണ് കഴിഞ്ഞ ദിവസം 70,000-ലധികം കാണികൾ റയലിൻ്റെ തട്ടകത്തിൽ ഒന്നിച്ചുകൂടിയത്. എന്നാൽ മറ്റൊരു യുവതാരമാണ് തിങ്ങി നിറഞ്ഞ സാന്റിയാഗോ ബെർണബ്യുയെ കോരിത്തരിപ്പിച്ചത്. 18 വയസ്സുകാരനായ ബ്രസീലിയൻ യുവതാരം എഡ്രിക് ബെല്ലോ. 86-ാം മിനിറ്റിലാണ് സൂപ്പർ താരം എംബാപ്പയെ മാറ്റി കോച്ച് അദ്ദേഹത്തെ കളത്തിലിറക്കുന്നത്. 10 മിനിറ്റിൽ തന്നെ അരങ്ങേറ്റം സ്വപ്നതുല്യമാക്കി എഡ്രിക് പന്ത് വലയിലെത്തിച്ചു. മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഡിയാസ് എൻട്രിക്കിന് പന്ത് കൈമാറുന്നു. പന്ത് സ്വീകരിച്ച ബ്രസീലിയൻ യുവതാരം മനോഹരമായൊരു ടേണിൽ ഡിഫൻഡറെ മറികടന്ന് വലയിലേക്ക് ഷോട്ട് തീർത്തു. റയലിനായി ആദ്യത്തെ ഷോട്ട്. ഗോൾ കീപ്പറെ മറികടന്ന് നിലം പറ്റിയുള്ള ഷോട്ട് വലയിലെത്തി. ഈ ഗോളോടെ 18 വയസ്സ് 35 ദിവസം മാത്രം പ്രായമുള്ള എഡ്രിക് സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിനായി സ്കോർ ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വിദേശ കളിക്കാരനായി മാറി. 2011-ൽ 18 വയസ്സ് 152 ദിവസം പ്രായമുള്ളപ്പോൾ സ്കോർ ചെയ്ത ഫ്രഞ്ച് കളിക്കാരൻ റാഫേൽ വരാനയുടെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നത്. അസാധാരണ വേഗമുള്ള എൻട്രിക് ഒരു മികച്ച സ്ട്രൈക്കറാവും. പന്തില്ലാത്തപ്പോഴും മികച്ച മൂവ്മെൻ്റാണ് എൻട്രിക്കിൻ്റെ മികവ്. റയലിനായി അവൻ കൂടുതൽ ഗോളുകൾ നേടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റയൽ പരിശീലകൻ കാർലോസ് ആൻസലോട്ടിയുടെ വാക്കുകളാണിത്. എംബാപ്പയുടെ പ്രകടനം പ്രതീക്ഷയത്ര മികച്ചതായിരുന്നില്ല. റയലിൻ്റെ താളവുമായി ഇതുവരെ ഇണങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് മത്സരം കണ്ടാൽ തോന്നുക. കഴിഞ്ഞ കളിയിലെ എൻട്രിക്കിൻ്റെ വരവോടെ റയൽ മാഡ്രിഡിന് കാണിച്ച ഉണർവ് പ്രതീക്ഷ നൽകുന്നതാണ്. റയൽ ലീഡ് നേടുന്ന സന്ദർഭങ്ങളിൽ എതിരാളികളുടെ ഡിഫൻസ് അല്പം അയഞ്ഞതായിരിക്കുന്ന സമയത്ത് ഇനിയും എൻട്രിക്കിനെ ധാരാളം പിച്ചിൽ കാണാൻ കഴിയും. യുവതാരത്തിൻ്റെ വേഗതയും കഴിവും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ സഹായകമാകും. എഡ്രിക്കിന് പുറമെ ബ്രഹീം ഡിയാസും അർദ ഗുലേറും മികച്ച പ്രകടനമാണ് മത്സരത്തിൽ കാഴ്ചവെച്ചത്. അപ്പോഴും ജൂഡ് ബെല്ലിംഗ്ഹാമിനെ പോലൊരു തന്ത്രശാലിയുടെ അഭാവം പ്രകടമായിരുന്നു. കുറഞ്ഞത് ഒരു മാസമെങ്കിലും പരിക്ക് മൂലം ബെല്ലിംഗ്ഹാമിന് പുറത്തിരിക്കേണ്ടി വരും. ഈ പ്രശ്നത്തിന് ആൻസലോട്ടി എന്ത് പരിഹാരം കാണുമെന്ന് കണ്ടു തന്നെ അറിയണം. മെൻഡിയുടെ പുറത്താകലും ബെല്ലിംഗ്ഹാമിൻ്റെ പരിക്കും ആൻസലോട്ടിയെ ആദ്യ 11-ൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ പ്രേരിപ്പിച്ചാലും അത്ഭുതപ്പെടേണ്ട. 4-4-2 ഫോർമേഷനിൽ 2 ഫോർവേഡുമായി കളിക്കാൻ ആൻസലോട്ടി തീരുമാനിച്ചാൽ എംബാപ്പയും എഡ്രിക്കും ഒരുമിച്ച് ആദ്യ 11-ൽ ഇറങ്ങുന്നതും നമുക്ക് കാണാം.